ഇന്ന് രാത്രി ഞാനൊരു കാര്യം നിങ്ങളോട് പറയും. നിങ്ങൾക്കിഷ്ടമില്ലാത്തത്, എനിക്കിഷ്ടമില്ലാത്തത്, നമ്മൾ വിശ്വസിക്കാൻ കഴിയാത്തത്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്, നമ്മൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിക്കാത്തത്, എന്നാൽ ദൈവം ചെയ്യുമ്പോൾ അതിൻ്റെ പേരാണ് അത്ഭുതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി? സ്തോത്രം. ഇന്ന് രാത്രി ദൈവം ഇവിടെ ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ആമേൻ, ഒരു മുടന്തൻ നടക്കും, ഒരു വീൽ ചെയറിലേക്ക് നാൾ ചാടി എഴുന്നേൽക്കും, ആമേൻ, ഏതെങ്കിലും രോഗം സൗഖ്യമാകുമെന്ന് മാത്രം അർത്ഥമില്ല. സംഭവിക്കത്തില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, സംഭവിക്കത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്, അങ്ങനെ സംഭവിക്കത്തില്ലെന്ന് ശാസ്ത്രം പറഞ്ഞത്, എൻ്റെ ദൈവം ചെയ്യുമ്പോൾ അത് ചെറുതായാലും അത് വലുതായാലും അത് അത്ഭുതമാണ്. സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ എൻ്റെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുവാൻ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം. ആമേൻ. എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാൻ പാരമ്പര്യം, സയൻസ് ഒക്കെ പറഞ്ഞതിന് വിപരീതമായി ദൈവം പ്രവർത്തിക്കുമ്പോഴാണ് അത്ഭുതമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഉത്തരം, യെരുശലേമിലെ ഒരു കുരുടനെ യേശു സൗഖ്യമാക്കിയത് ബൈബിളിലുണ്ട്. എൻ്റെ പ്രസംഗ വിഷയം ഇന്ന് രാത്രി അതല്ല, എന്നാൽ സൗഖ്യമാക്കിയിട്ടുണ്ട്. യേശു അവിടെ ചെയ്തത്, യേശു നിലത്ത് തുപ്പി. Am I correct? യേശു നിലത്ത് തുപ്പി, എന്നിട്ട് മണ്ണ് അവൻ്റെ കണ്ണിൽ വെച്ചു. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കണം, എൻ്റെ അമ്മ തോമസ് പാസ്റ്റർ മാതാവ്, ഈ ബഹുമാനപ്പെട്ട ഷിബിൻ, ഞങ്ങളുടെയൊക്കെ മാതാവും പിതാവും ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചവരൊക്കെ പറഞ്ഞത് കണ്ണിനകത്ത് മണ്ണ് വീഴരുതെന്നാ. കണ്ണിനകത്ത് മണ്ണ് വീണാൽ കണ്ണ് കേടാകുമെന്നാ. അല്ലെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണ്ട, യോഗം കഴിഞ്ഞ് എന്നോട് പറഞ്ഞാൽ മതി. മണ്ണ് വാരി കണ്ണിനകത്തിട്ട മക്കളെ എന്ന് പഠിപ്പിച്ച മാതാപിതാക്കളുണ്ടോ? ഇല്ല. മക്കളെ പുറത്ത് കളിക്കാൻ പോകുന്ന കൊള്ളാം, മണ്ണിനകത്ത് കളിക്കുന്ന കൊള്ളാം, പക്ഷേ കണ്ണിനകത്ത് മണ്ണ് വീഴരുത്. സ്തോത്രം. അങ്ങനെയാണ് ലോകം പഠിപ്പിച്ചത്, അങ്ങനെയാണ് സയൻസ് പഠിപ്പിച്ചത്. മണ്ണ് വീണാൽ കണ്ണ് കേടാകും. എന്നാൽ ആ മണ്ണ് കണ്ണിനകത്തിട്ട് കണ്ണിൻ്റെ കേട് മാറ്റിയതാണ് അത്ഭുതം. എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി? ആമേൻ. ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ചിന്തിക്കുന്ന പോലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ചിന്തകൾക്കകത്ത് കിട്ടാത്തൊരു കാര്യം, നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ എത്താത്തൊരു കാര്യം എൻ്റെ ദൈവം പ്രവർത്തിക്കുമ്പോഴാണ് അത് സർവശക്തനായ ദൈവം പ്രവർത്തിച്ച് അത്ഭുതമായി മാറുന്നത്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സ്തോത്രം. എസ്പെഷ്യലി കോവിഡ് അനന്തര റിവൈവൽ, കോവിഡിന് ശേഷമുള്ള വലിയ ഉണർവിൽ ഞാൻ എൻ്റെ ഭാഗവാക്കാണ്. ആമേൻ. ഇന്ത്യ മഹാരാജ്യത്ത് ദൈവം തിരഞ്ഞെടുത്ത, ആമേൻ, 10,000 കണക്കിന്, ആമേൻ, ശുശ്രൂഷകന്മാരുടെ മുൻപന്തിയിലാണ് ഞാൻ. ആമേൻ. എന്ന് പറഞ്ഞാൽ ഒരു ലൈനിലൊന്നും കയറ്റി എന്നെ നിർത്തിയിട്ടൊന്നുമില്ല, ഞാനങ്ങ് മുൻപന്തി കയറി നിൽക്കുക. പ്രീശ്വരോ. ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും അറിയണം, ഒരു വലിയ ഉണർവ് ഇന്ത്യ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുക. ആഹാ, ഇവിടെ അത് എത്തിയിട്ടില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. പ്രീസലോ. ഒരു ഉണർവ് ഇന്ത്യ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുക. ജാർഖണ്ഡിലും ബീഹാറിലും ഒറീസയിലും ഉത്തരാഖണ്ഡിലും യുപിയിലും എംപിയിലും ഗുജറാത്തിലും ആന്ധ്രയിലും തെലുങ്കാനയിലും കർണാടകയിലുമല്ല അനേക ഗ്രാമങ്ങളിൽ അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വീര്യപ്രവർത്തികളാൽ ദൈവം തൻ്റെ സഭയെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. കേരളം ഉണരാൻ സമയമായി. കേരളം ഉണർന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു തുടക്കമായി ഈ വിലങ്ങറ ക്രൂസൈഡ് തീരട്ടെ, സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു ആമേനെങ്കിലും പറയാൻ, അത് സംഭവിക്കട്ടെ എന്ന് പറയാൻ ഇന്ന് രാത്രി ഇവിടെ എത്ര പേരുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ മോണിറ്റർ അല്പം കൂടെ കൂട്ടിയിട്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശ്രദ്ധിച്ച് കേൾക്കുക. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് COVID-19 അവസാനിപ്പിച്ചു. സ്തോത്രം പറ. COVID-19 അവസാനിപ്പിച്ചിരിക്കുന്നു. ആക്സ് 19 ആരംഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആക്സ് 19. ആമേൻ. ആർത്തമീസ് ദേവിയെ ഉണ്ടാക്കുന്ന ശില്പികളും അവരുടെ നേതാവായ ദമത്രിയോസും ആ നാട്ടിലെ മന്ത്രവാദികളും ഉൾപ്പെടുന്നവർ മാനസാന്തരപ്പെടുന്ന ദിനരാത്രങ്ങൾ ഇന്ത്യ മഹാരാജ്യം കാണാൻ പോകുന്നത് എത്ര പേർക്ക് വിശ്വാസത്താൽ കാണാൻ കഴിയും? ആമേൻ. ഇന്നും നാളെ നടക്കുന്ന ക്രൂസൈഡിൽ മുടങ്ങാതെ പങ്കെടുക്കുക. ഇന്ത്യൻ പാർലമെന്റിനകത്ത്, ഇന്ത്യൻ രാജ്യസഭയ്ക്കകത്ത് അന്യഭാഷ പറയുന്നവരും ആത്മാവിൽ ആരാധിക്കുന്നവരും കേരള നിയമസഭ ഉൾപ്പെടെ ഉള്ളിടത്ത് വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് ആരാധിക്കുന്ന ഒരു പെന്തക്കോസ്ത് തലമുറയെ ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. അവൻ സംഭവിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, സംഭവിക്കില്ല എന്ന് പാരമ്പര്യം പറഞ്ഞത്, സംഭവിക്കില്ല എന്ന് ലോകം പറഞ്ഞത്
അത് സംഭവിക്കുമ്പോഴാണ് അതിന് അത്ഭുതം എന്ന് പറയുന്നത്. അതിനാണ് ഞാൻ ആ കണ്ണും മണ്ണും പറഞ്ഞത്. സ്തോത്രം. ആമേൻ. ഇന്ത്യൻ പാർലമെന്റിനകത്ത് അന്യഭാഷ പറയുന്നവരോ ഇന്ന് തന്നെ ഇത് കേട്ടോടുന്നവർ പറഞ്ഞു കാണും, കെ എബ്രഹാം ഭാഷ ഇങ്ങനെ മൈക്കെടുത്താൽ പലതും വിളിച്ചു പറയുന്ന ആളാ. ആമേൻ. സ്തോത്രം. നിങ്ങളെപ്പോഴും അറിയണം, എന്തെങ്കിലുമൊക്കെ എടുത്തു ചാടി വിളിച്ചു പറയുന്ന പത്രോസിനെയാണ് കുഞ്ഞാടുകളെ മേയ്ക്കാൻ ഏൽപ്പിച്ചത്, അല്ലാതെ 3.5 കൊല്ലം മാറിൽ ചാരി യോഹന്നാനെ അല്ല. ആമേൻ. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന അതിനകത്ത് വിഡ്ഢിത്വമുണ്ട്. പത്രോസിനെയാണ് ദൈവം എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാൻ ഏൽപ്പിച്ചത്. 3.5 കൊല്ലം ചങ്കത്ത് ചാരിക്കിടന്ന യോഹന്നാനെ അല്ല. കാക്കാശിന് ആമേൻ പ്രവർത്തനമില്ലാതെ, ആമേൻ പോസ്റ്ററിന് പശ പോലും മുട്ടിക്കാതെ, ആമേൻ ഉപവാസം പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കുന്നവനെ അല്ല ദൈവത്തിന് ഇഷ്ടം. കവലയിൽ ഇറങ്ങി എന്തെങ്കിലും പറയുന്നവനെ ദൈവത്തിന് ഇഷ്ടം. എന്തെങ്കിലും ചെയ്യാൻ മനസ്സുള്ളവനെ ദൈവത്തിന് ഇഷ്ടം. മനസ്സിലാകുന്നവരല്ലേലിയ പറഞ്ഞു. അല്ലാത്തവർ ഇപ്പോൾ മൗനമായിരിക്കുന്ന പോലെ കാഹളം ധ്വനിക്കുമ്പോഴും മൗനമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ 2.5 കൊല്ലം ഒരു LCD സ്ക്രീൻ, ഒരു വെറും മൊബൈലിൻ്റെ മുമ്പിൽ കുത്തിയിരുന്ന് ഡിവൈസിൽ എത്ര പേരുണ്ട്, അതിൽ എത്ര പേര് വീഡിയോ തുറന്നു അടച്ചു എന്നൊന്നും അറിയാതെ ഒരു മൊബൈലിൻ്റെ മുമ്പിലിരുന്ന് പ്രസംഗിച്ച് എനിക്ക് ഇന്ന് രാത്രി 10 പേരെ എൻ്റെ മുമ്പിൽ കിട്ടിയാൽ ഞാൻ തുള്ളിച്ചാടും. അതാ എൻ്റെ ആത്മീയത, അതാണ് എൻ്റെ മേൽ വ്യാപരിക്കുന്ന കൃപ. ഇന്ന് രാത്രി പബ്ലിക്കായിട്ടൊരു മീറ്റിംഗ് നടത്താൻ വിലങ്ങറയിൽ ദൈവം ഒരു അനുവാദം തന്നെങ്കിൽ, അതിനൊരു അവസരം തന്നെങ്കിൽ, അതിൽ പങ്കെടുക്കുന്നവരുടെ സന്തോഷം ഇത്രയും പോരെ കേട്ടോ. അടഞ്ഞു കിടന്ന വാതിലുകൾ തുറന്ന്, അടഞ്ഞു കിടന്നതെല്ലാം തുറന്ന്, അടഞ്ഞു കിടന്ന സഭകൾ തുറന്ന് ആത്മീയ ആരാധനയ്ക്ക് വേണ്ടി തമ്പുരാൻ തന്നപ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷേ 2 കൈയെങ്കിലും ഒന്ന് തട്ടാൻ, അതെങ്കിലും ഒന്ന് ചലിപ്പിക്കാനുള്ള മനസ്സ് നമുക്കില്ലാതെ പോകരുത്. അങ്ങ് പുറകറ്റം വരെ ഇത് കേൾക്കുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുന്നതിനാൽ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി അല്പസമയം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ കർത്താവ് എനിക്ക് തന്ന ആ വചനത്തിൻ്റെ ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 2 തിമോഥെയോസ് 4-ാം അധ്യായം അതിന് 6, 7, 8 എല്ലാവർക്കും കാണാപ്പാടം അറിയാം. ആമേൻ. ആമേൻ. ഇതാ പാനീയാഗമായി വായിച്ചാട്ടെ. യെസ്. ഞാനോ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി, പൗലോസ് പറയാണ്, ഞാൻ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അത് അണ്ടർലൈൻ ചെയ്യണം, എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച വിലങ്ങറക്കാർക്കും. കാരണം വന്നിട്ട് ഇതുവരെ സ്വത്രം പറയാത്തവർ ഇതിനകത്തിരിപ്പുണ്ട്. വിരോധമൊന്നുമില്ല, കസേര ഉള്ളതുകൊണ്ടിരിക്കാമല്ലോ. ഫ്രീസലോ വന്നിട്ട് ഇതുവരെ അവരെന്തിനാ വന്നതെന്ന് അവർക്കും അറിയത്തില്ല, അമ്മ നമുക്കും അറിയത്തില്ല. ഫ്രീസലോ എന്തെങ്കിലും ആകട്ടെ, ഒരാളായല്ലോ ഇതിനകത്ത്. ഹല്ലേലൂയ. അത്രയെങ്കിലും ഉണ്ടല്ലോ. സ്തോത്രം. ഇന്ന് രാത്രി പൗലോസിൻ്റെ മരണത്തിൻ്റെ മുഴക്കം തൻ്റെ കാതിൽ കേൾക്കുമ്പോൾ തൻ്റെ തലയ്ക്ക് മുകളിൽ ഹല്ലേലൂയ അവൻ വാളുപോലെ മരണത്തിൻ്റെ ദിവസം ഒരു വാൾമുന പോലെ തൂങ്ങിക്കിടക്കുമ്പോഴും പൗലോസ് വിളിച്ചു പറയാ, എനിക്ക് കണക്ക് കൂട്ടാനുള്ളത് ഞാൻ സമ്പാദിച്ച സ്വത്തല്ല, എനിക്ക് കണക്ക് കൂട്ടാനുള്ളത് ഞാൻ വാരി വലിച്ചു കൂട്ടിയതല്ല, എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ഒരായുസ് മുഴുവൻ എൻ്റെ തമ്പുരാന് വേണ്ടി ഓടിയതിനെ കുറിച്ചാ. എനിക്ക് പറയാനുള്ളത് എൻ്റെ തമ്പുരാന് വേണ്ടി പോരാടിയതിനെ കുറിച്ചാ. സന്തോഷത്തോടെ വചനത്തിനായിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ് ആത്മശക്തിയോടെ കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ. സ്തോത്രം. വേദപുസ്തകത്തിനകത്ത് ലേഖനങ്ങൾ പഠിക്കുമ്പോൾ കാരാഗ്രഹ ലേഖനം എന്നൊക്കെ കേൾക്കുമ്പം നമ്മളങ്ങ് കേട്ടങ്ങ് പോകും. എന്തുവാ ഈ കാരാഗ്രഹ ലേഖനം? അല്ലെങ്കിൽ എന്തുവാ അപ്പോസ്തലനായ പൗലോസ് കടന്നുപോയ തൻ്റെ പീഡനങ്ങൾ? വലിയ തടി, ചുമക്കാൻ പറ്റാത്ത 10, 50, 60 കിലോയുള്ള തടി കഷണം, അതിൻ്റെ 2 ദ്വാരങ്ങളിട്ടിട്ട് അതിനകത്തൂടെ കാലിറക്കിയിട്ടിട്ട് അതിൽ ചങ്ങലയിട്ട് പൂട്ടും. അതിനാണ് ആമത്തിലിടുക എന്ന് പറയുന്നത്. ആമത്തിലിടുക. കൈകൾ ചങ്ങലയിട്ട് പൂട്ടും. എന്നിട്ട് തന്നെ ഇടുന്ന ജയിലിന് കൂടി വന്ന 4 അടി പൊക്കം അല്ലെങ്കിൽ 3 അടി പൊക്കം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആമേൻ. 4 അടി 3 അടിയുള്ള ഒരു ജയിലിനകത്ത് ഒരിക്കൽ പോലും നിവർന്നു നിൽക്കാൻ കഴിയാതെ കിടക്കുകയോ മുട്ടിലിരിക്കുകയോ കമിഴ്ന്ന് കിടക്കുകയോ ചെയ്യേണ്ട ദീർഘനാളുകൾ അങ്ങനെ ജയിലിനകത്ത് കിടക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ
ശാരീരികമായ അവസ്ഥ അടിക്കുന്നതിനേക്കാൾ ഉപദ്രവിക്കുന്നതിനേക്കാൾ എത്രയോ ഭയങ്കര പീഡനമാണ് താൻ കടന്നു പോകുന്ന അവസ്ഥ. അങ്ങനെ താൻ കാരാഗ്രഹത്തിനകത്ത് കിടന്നുകൊണ്ട് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോഴും തൻ്റെ പരിഭവങ്ങളുടെ ഒരു വാക്കുപോലും അതിനകത്തില്ല, തൻ്റെ വേദനയുടെ ഒരു വാക്കുപോലും അതിനകത്തില്ല. താൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ, കാരാഗ്രഹത്തിൽ കിടന്ന് എഴുതുമ്പോൾ താൻ എഴുതിയ വാക്കുകൾ ഇന്ന് രാത്രി എത്ര പ്രത്യാശ ഉളവാക്കുന്നതാ. കൃപയുള്ളവർക്ക് ഒരു സ്തോത്രം പറയാൻ ഇന്ന് രാത്രി ഞാൻ അതിനെക്കുറിച്ച് 1-2 വാചനങ്ങൾ പറയാം. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് എഴുതി, ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ. ആമേൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിലേക്ക് മടുപ്പില്ല. ഈ മോണിറ്റർ കുറഞ്ഞു കേട്ടോ, സംതിങ് ഒന്നുകിൽ തന്നെത്താൻ കുറയുന്നുണ്ട് അല്ലെ കുറയ്ക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ, സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, മനസ്സ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ, ആത്മശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുന്നേൽക്കും മടുപ്പില്ല. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. നാമല്ലോ പരിച്ഛേദനക്കാർ. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ എഴുതുകയാ. ഹല്ലേലൂയ. വല്ലവർക്കും ജഡത്തിൽ ആശ്രയിക്കാമെങ്കിൽ എനിക്കധികം. കാരണം 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായൻ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നത് ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നിരിക്കുന്നു. അത്രയുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ സേട്ട നിമിത്തം ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചവറെണ്ണുന്നു. അവൻ ക്രിസ്തുവിനെ അറിയേണ്ടതിന്, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയേണ്ടതിന്, അവന് പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയേണ്ടതിന്, ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചപ്പെന്നെണ്ണുകയാണ്. ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി ഒന്നല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നേ ഉള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. സ്തോത്രം. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ ദൈവം വയറ്. ലജ്ജയാതെ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ, ഇത് പറയുമ്പോഴെങ്കിലും ചിലർ അല്ലേലിയ പറയുമെന്ന് വിചാരിച്ചു. ഉരിപ്പ ലേഖനത്തിൽ 20 വാക്യം പറഞ്ഞിട്ടും വാതുറക്കാത്ത പെന്തക്കോസ്ത് വിശ്വാസിയെ ഇന്ന് രാത്രികാലം കോവിഡ് അനന്തര ഉണർവിന് വേണ്ടി എൻ്റെ ദൈവം ഉപയോഗിക്കുവാൻ ഇന്ന് രാത്രി ഇതിനകത്ത് ചിലരെങ്കിലും കാണട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ബൈബിളിലെ 20 വാക്യങ്ങൾ കേട്ടിട്ട് വാതുറന്നൊരു അല്ലേലിയ പറയാൻ, ഒന്ന് സ്തോത്രം പറയാൻ, ഒന്ന് കൈ ഉയർത്താൻ ഇന്ന് രാത്രി ഇതിനകത്ത് എത്ര പേരുണ്ട്? നമ്മുടെ പൗരത്വമോ, നമ്മുടെ പൗരത്വമോ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. സന്തോഷത്തോടെ കർത്താവിനെ സൂചിച്ചാട്ടെ. എനിക്ക് പൗലോസിനെ കുറിച്ച്, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറയാനുള്ളത് പൗലോസിനെ കുറിച്ചേ ഉള്ളൂ. പുതിയ നിയമത്തിൽ ഹല്ലേലൂയ എന്താ കാര്യമെന്നറിയാമോ? തൻ്റെ തീരുമാനങ്ങൾ, തൻ്റെ പ്രതിഷ്ഠകൾ, തൻ്റെ പ്രാർത്ഥനകൾ, അതെല്ലാം ഭയങ്കരമാണ്. സ്തോത്രം. ചില ചിന്തകൾ ഇന്ന് രാത്രി നിങ്ങളോടൊന്ന് പങ്കുവെക്കാനാണ് ഞാൻ വന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്ത് ചിലരെ എൻ്റെ കർത്താവിന് വേണ്ടിയിട്ട് ഒരുക്കിയെടുക്കുവാൻ, ഹല്ലേലൂയ, ഒരു പുതുക്കത്തിലേക്ക് ഒരുക്കിയെടുക്കുവാൻ, ദൈവത്തിൻ്റെ കൃപയിൽ ഒന്ന് ഒരുക്കിയെടുക്കുവാൻ, ക്ഷീണിച്ചവരെ ഒന്ന് ശക്തിപ്പെടുത്തുവാൻ, ചാവാറായ ശേഷിപ്പുകളെ ഒന്ന് എഴുന്നേൽപ്പിക്കുവാൻ ഒരു ആത്മീയ ഉണർവ് വിലങ്ങറ ദേശത്ത്, കൊട്ടാരക്കരയില്, നെല്ലിക്കുന്നത്ത്, ഉമ്മന്നൂരില് ഒരു ഉണർവ്, ഒരു ആത്മീയ ഉണർവ് എൻ്റെ ദൈവം അയക്കുവാൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് പറയാ, എനിക്ക് ലാഭമായിരുന്നത്, എനിക്ക് ലാഭം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഛേദമെന്നെണ്ണി. സ്തോത്രം. ആ പറഞ്ഞതിനകത്ത് താൻ അതിനു മുമ്പ് പറയുന്ന 8 കാര്യങ്ങൾ കാണും.
8-ാം നാളിൽ പരിച്ഛേദനേറ്റ ഇസ്രായേൽ ജാതിക്കാരൻ ബെന്യാമിൻ ഗോത്രക്കാരൻ ഇങ്ങനെ പറയുന്നതിനകത്ത് തൻ്റെ അപ്പൻ്റെ പാരമ്പര്യ സ്വത്ത്, തനിക്ക് ലഭിക്കാവുന്ന തർസോസിലെ പേര്, അതുകൂടാതെ തനിക്കുണ്ടായിരുന്ന അധികാര പത്രം, റോമൻ പൗരത്വം എല്ലാം അതിനകത്ത് താൻ ഛേദമെന്നെണ്ണിയ ലിസ്റ്റിനകത്ത് കാണുമായിരിക്കാം. എന്നാൽ എനിക്കിഷ്ടപ്പെട്ട അതല്ല, അതിനടുത്ത വാചകമാ, അത്രയും അല്ല, അത്രയുമല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത എൻ്റെ അകത്ത് വന്നപ്പോൾ ഒരു ചെറിയ വ്യത്യാസം നമുക്ക് ഇന്ന് രാത്രി. യേശുവിനെ അറിഞ്ഞതുകൊണ്ട് നീ പലതും വേണ്ടത് വെച്ചു. ആമേൻ, ആമേൻ. അതിനകത്ത് പലതുമുണ്ട്. അതിന് വേർപാടെന്ന് നമ്മൾ പറയും. ആമേൻ. അതിനകത്ത് വസ്ത്രധാരണമുണ്ട്, അങ്ങനെ നമ്മൾ വെള്ളയായ. ആമേൻ. അതിനകത്തൊരു പക്ഷേ ആഭരണം കണ്ടേക്കാം, അതിനകത്ത് നമ്മൾ ഉപേക്ഷിച്ച സിനിമ കണ്ടേക്കാം, അതിനകത്ത് നമ്മൾ ഉപേക്ഷിച്ച മദ്യപാനം കണ്ടേക്കാം. ഇതെല്ലാം ഉണ്ട്. ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്ന് എണ്ണി. അതവിടെ നിൽക്കട്ടെ. അത്രയായപ്പോൾ നമ്മൾ പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു ലേബലിലായി. എന്നാൽ എൻ്റെ ചോദ്യം അത്രയുമല്ല, അത്രയും കൊണ്ട് നിർത്തരുത്. പൗലോസ് പറയണ അത്രയും കൊണ്ട് നിർത്തരുത്. അവന് യേശുക്രിസ്തുവിനേക്കുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത എൻ്റെ അകത്ത് വന്നപ്പോൾ അവൻ പിന്നെ ലാഭമുള്ളത് മാത്രമല്ല, എല്ലാം ഉപേക്ഷിച്ച്, കൃപയുള്ളവർ ഇന്ന് രാത്രി എൻ്റെ കൂടെ നിന്നാട്ടെ. അടിസ്ഥാന വേദോപദേശം അനുസരിക്കുമ്പോൾ നാം ഒരു പക്ഷെ ലേബലുള്ള ഏതെങ്കിലും സഭയുടെ അംഗമായെന്ന് വരാം. പക്ഷെ നീ വേറെ പലതും ഉപേക്ഷിക്കുമ്പോഴാണ് സ്വർഗരാജ്യത്തിന് അവകാശിയാകുന്നത്. കാഹളമൊന്നിരിക്കുമ്പോൾ മണവാട്ടി സഭ. ഇന്ന് രാത്രി പൗലോസ് പറഞ്ഞ രണ്ടാമത്തെ വാക്കിന്റെ അർത്ഥം എന്താ? എനിക്ക് ലാഭമുള്ളത് എനിക്ക് ഛേദമെന്നുള്ളത് കൊണ്ട് അവസാനിക്കുന്നില്ല. അത്രയുമല്ല, യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, യേശുവിനെ കുറിച്ചുള്ള ശ്രേഷ്ഠമായ പരിജ്ഞാനം എൻ്റെ അകത്ത് വന്നപ്പോൾ ഞാൻ വാരിക്കൂട്ടിയത് മുഴുവൻ ഞാൻ വലിച്ചെറിഞ്ഞിട്ട്. ഇന്ന് രാത്രി എത്ര പേർ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇന്ന് രാത്രി പറ, ദൈവം എന്നെ വിളിച്ചത് വാരിക്കൂട്ടാനല്ല, യേശുവിന്റെ പരിജ്ഞാനം ലഭിച്ചപ്പോൾ പലതും വലിച്ചെറിയാൻ. ആമേൻ. Why Paul said like that? എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞത്? അതിനകത്ത് ഉത്തരം കിടക്കുന്ന ഗലാത്യർ 2:20. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഇനി ജീവിക്കുന്നത് ഞാനല്ല. നിങ്ങൾ അറിയണം, ആകാര സൗഷ്ഠവതല്ല ദൈവം പ്രസാദിക്കുന്നത്. ആമേൻ. നമ്മൾ കൈയടിക്കുന്ന ന്യായത്തിലല്ല ദൈവം പ്രസാദിക്കുന്നത്. നമ്മൾ പറയുന്ന അന്യഭാഷയുടെ നീളത്തിലോ നീളക്കുറവിലോ അല്ല പ്രസാദിക്കുന്നത്. ആമേൻ. എത്ര വലിയ കൺവെൻഷനെ പ്രസംഗിച്ചു, എത്ര പേരോട് പ്രസംഗിച്ചു എന്നുള്ളതിലല്ല, മനോഭാവത്തിനാണ് തമ്പുരാൻ വില കൽപ്പിക്കുന്നത്. മനോഭാവം. ഇന്ന് രാത്രി യേശുവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, മനോഭാവം. Come on. ആമേൻ. എത്ര നേരം ഞാൻ പ്രസംഗിച്ചു എന്നുള്ളതിനല്ല വില, എന്തു പ്രസംഗിച്ചു എന്നുള്ളതിന് വല്ല വില, എന്തിനു പ്രസംഗിച്ചു എന്നുള്ളതിന് വില. ആമേൻ. എന്നോടുള്ള ദൈവത്തിന്റെ ചോദ്യം, പ്രസംഗം രാത്രി ഉണ്ടാക്കിയൊന്നല്ല, വിലങ്ങറ ക്രൂസൈഡിന് ഒരു പ്രസംഗം ഉണ്ടാക്കിയൊന്നല്ല, പ്രസംഗം ഉണ്ടാക്കുന്നതിന് മുമ്പ് പ്രസംഗകനെ ഉണ്ടാക്കിയോന്നാ ദൈവത്തിന് അറിയണ്ടേ. പ്രസംഗകൻ ഉണ്ടാകാതെ പ്രസംഗം ഉണ്ടാകരുത്. പ്രസംഗത്തിന് മുമ്പ് പ്രസംഗകൻ ഉണ്ടാകട്ടെ. അടുത്ത ചോദ്യം, ഇന്ന് രാത്രി നീ ഈ പ്രസംഗിക്കുന്ന വിഷയം നീ അനുഭവിച്ചിട്ടാണോ പ്രസംഗിക്കുന്നത്? അല്ലെങ്കിലോ അനുഭവിച്ചിട്ട് നീ പ്രസംഗിച്ചില്ലെങ്കിൽ പ്രസംഗിച്ചിട്ട് നീ അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രസംഗകൻ പ്രസംഗിക്കുന്ന വിഷയം അനുഭവിച്ചിട്ട് അറിഞ്ഞിട്ട് അവൻ അതിനകത്ത് നിന്ന് വേണം പ്രസംഗിക്കാൻ. അത്ഭുതം പ്രസംഗിക്കുന്നവനിലൂടെ അത്ഭുതം നടന്നിരിക്കണം, അല്ലേ നിന്റെ അത്ഭുതം നിർത്താം. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത് ലേബലല്ല, അത് പ്രസംഗിക്കുന്ന, അത് പറയുന്ന, അന്യഭാഷ പറയുന്നവരിൽ അഭിഷേകം ഉണ്ടായിരിക്കണം. എങ്ങനെ തിരിച്ചറിയും? ഉത്തരം അവിടെ തന്നെ വരുന്നു, മനോഭാവം. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. എനിക്കിന്ന് രാത്രി പൗലോസ് അവിടെ നിൽക്കട്ടെ, പൗലോസിലേക്ക് ഞാൻ തിരിച്ചു വരാം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം,
യേശു ക്രിസ്തു ഫിലിപ്പിയിലെ കൈസരിൽ വെച്ച് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ, കമോൺ പറഞ്ഞാട്ടെ, ഞാൻ എൻ്റെ സഭയെ പാതാള ഗോപുരങ്ങൾ അതിനെ. യേശു ഇത് പറയുമ്പോൾ തൻ്റെ മുമ്പിൽ 12 പേരിരിപ്പുണ്ട്. 12 പേര് യേശുവിൻ്റെ ശിഷ്യന്മാർ. സ്തോത്രം പറഞ്ഞു. ഈ 12 പേരോടാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അന്ധകാര ശക്തിക്കും അതിനെ ജയിക്കാൻ പറ്റില്ല. യേശു അത് പറയുമ്പോൾ, യേശു ദൈവമാണ്. യേശു അത് പറയുമ്പോൾ എൻ്റെ യേശു ക്രിസ്തു ദൈവമാണ്. 5-6 പേര് ഹല്ലേലൂയ പറഞ്ഞു. സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അവൻ. ഭാരമുള്ളിൽ നേരിടും, ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും, തന്മാർവിലെന്നെ ചേർത്തിടും. സാരമില്ലെന്നോതിടും, തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ശ്രദ്ധിക്കുക, യേശുവിന്റെ 12 ശിഷ്യന്മാർ മുമ്പിലിരിക്കുക. യേശു ക്രിസ്തു സത്യദൈവമാണ്, നിത്യപിതാവാണ്, സകലത്തിനും ഉടയവനാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ യേശു ക്രിസ്തു ആരാണ്? സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. യേശു ക്രിസ്തു ആരാണെന്ന് പറഞ്ഞാൽ ഒരു ഹല്ലേലൂയ പറയാൻ കൃപയുള്ളവർ ഇന്ന് ഈ ഗ്രൗണ്ടിൽ, ഈ ഓഡിറ്റോറിയത്തിൽ എത്ര പേരുണ്ട്? അവരുടെ സ്തോത്രം ഒന്ന് കാണട്ടെ. 100 കണക്കിന് സ്റ്റേജുകളിൽ യേശുവിനെ ഉയർത്തി പറഞ്ഞ് എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ആ ഉയർത്തൽ ഒരു പ്രാവശ്യം കൂടി ഇന്ന് രാത്രി ഞാനിവിടെ പറയാം. എൻ്റെ കർത്താവ് ആർദ്രതയുള്ളവൻ, എൻ്റെ കർത്താവ് മനസ്സലിവുള്ളവൻ, എൻ്റെ കർത്താവ് പാപമോചകൻ, എൻ്റെ കർത്താവ് ഹൃദയങ്ങളെ തൊടുന്നവൻ, അവൻ അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ചവൻ, ആകാശത്തെ കൈകൊണ്ട് വിരിച്ചവൻ, സപ്തസാഗരങ്ങൾക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിര് നിശ്ചയിച്ചവൻ, ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ, ആൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനും, ഭൂരാജാവിന്റെ അധിപതി, നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത കാപട്യമറ്റ കനക കോമളൻ, കരുണാശീതളൻ, വയോധികനായ പിഞ്ചു ശിശു, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച് കെട്ടിയവൻ, നിലവിളക്കിന്റെ നടുവിൽ നിലയങ്കി ധരിച്ചവൻ, വെള്ളോടിന് സദൃശമായ കാലുള്ളവൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ, ഇരുവായ്ത്തല മൂർച്ചുള്ള വാൾ വായിൽ നിന്ന് പുറപ്പെടുന്നവൻ, ഊഴിയിലെ പൂഴിയെ നാഴിയിൽ എടുത്തവൻ, പർവ്വതങ്ങളെ വെള്ളിക്കോല് കൊണ്ട് അളക്കുന്നവൻ, ആകാശത്തിന്റെ പരിണാമത്തെ ചാണുകൊണ്ട് അളക്കുന്നവൻ, ഹല്ലേലൂയ, 7 സമുദ്രത്തിലെ വെള്ളത്തെ ഉള്ളങ്കയിൽ കോരുന്നവൻ, പർവ്വതങ്ങളെ തുലാസിൽ തൂക്കുന്നവൻ. ഞാൻ യേശുവിനെ ഉയർത്തുമ്പോൾ നിങ്ങളിൽ പലരും എന്ത് ചെയ്യുക? ഞാൻ എൻ്റെ കർത്താവിനെ ഉയർത്തുക. നിങ്ങളുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന യേശുവിനെയാണ് ഞാൻ ഉയർത്തുന്നത്. അവൻ ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ, അവൻ രാജാതി രാജാവ്, അവൻ കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, വിശുദ്ധിയിൽ അതിഭയങ്കരൻ, അവൻ തത്വത്തിന്റെ മുദ്ര, മഹത്വത്തിന്റെ പ്രത്യാശ, കല്ലറയെ പൊളിച്ചവൻ, എൻ്റെ പ്രാണനാഥനെ. സന്തോഷത്തോടെ 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 ആ കർത്താവാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണി. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ആ യേശുവിന് അവൻ ലോകത്തിലെ ത്രികാലമായ, അതായത് നടന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്, നടക്കാൻ പോകുന്നത് സകലതും അറിയുന്ന കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ. അത് പറയുമ്പോൾ 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും വരുമെന്ന് എൻ്റെ കർത്താവിന് അറിയാമായിരുന്നു. സുനാമി വരുമെന്ന് എൻ്റെ കർത്താവിന് അറിയാമായിരുന്നു. കാട്ടുതീ വരുമെന്ന് എൻ്റെ കർത്താവിന് അറിയാമായിരുന്നു. കൊടുങ്കാറ്റ് വരുമെന്ന് എൻ്റെ കർത്താവിന് അറിയാവുന്നു. ആന്ത്രാക്സും സാഡ്സും എബോളയും നിപ്പായും എയ്ഡ്സും പ്ലേഗും കോളറയും വസൂരിയും
എന്തിനേറെ കൊറോണയും വരുമെന്ന് എൻ്റെ ദൈവത്തിന് അറിയാമായിരുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം അറിയാമായിരുന്നിട്ടാ കർത്താവ് പറഞ്ഞത്, ഇതെല്ലാം വന്നാലും ഞാൻ എൻ്റെ സഭയെ പണിയും. ഏത് കൊറോണ വന്നാലും, ഏത് വൈറസ് വന്നാലും, ഏത് പ്രതിബന്ധങ്ങൾ വന്നാലും, അവൻ ആലയത്തിൻ്റെ കഥകൾ അടച്ചിട്ടാലും, ലോകം മുഴുവൻ ലോക്ക്ഡൗൺ ആയാലും, യേശു പറഞ്ഞ വാക്ക്, ഞാൻ എൻ്റെ സഭയെ പണിയും. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. യേശുവിൻ്റെ ഫ്രണ്ടിൽ ഇത് പറയുമ്പോൾ ഇരിക്കുന്ന 12 പേരാ. ഈ 12 പേരെ ഞാൻ 7 ഗ്രൂപ്പാക്കാം. 7 ഗ്രൂപ്പ്. അതിലൊന്ന് യൂദായുടെ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനെ വിട്ടേരെ. യേശുവിനെ ഉറ്റിക്കൊടുത്ത് നന്ദിയില്ലാതെ കൂടെ നടന്നിട്ട് യേശുവിനെ ഉറ്റിക്കൊടുത്ത യൂദ തൂങ്ങിച്ചത്തു. ബാക്കി 6 ഗ്രൂപ്പിനെ ഞാൻ പറയാം. അമേൻ. 3.5 കൊല്ലം പച്ചവെള്ളം വീഞ്ഞാക്കിയതും, അമേൻ, മരിച്ചവൻ ഉയർക്കുന്നതും, കുരുടൻ കാണുന്നതും എല്ലാം കണ്ടിട്ടും അമേൻ കാണാതെ വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞ തോമസ്, ഗ്രൂപ്പ് നമ്പർ 1. അമേൻ. യേശുവിൻ്റെ കൂടെ ഉണ്ട് 3.5 കൊല്ലം. ഇന്ന് രാത്രി ഓർത്തോ, ഈ ഗ്രൂപ്പുകളെ ഞാൻ പറയുമ്പം ഇതെല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. അമ്മ അത്ഭുതങ്ങൾ മുഴുവൻ കണ്ടിട്ടും പറഞ്ഞു, ഞാൻ കാണാതെ വിശ്വസിക്കത്തില്ല. ഗ്രൂപ്പ് നമ്പർ 1. ഗ്രൂപ്പ് നമ്പർ 2, ഒന്നാമത്തെ യൂദ ഞാൻ വിട്ടു. ഇത് ഗ്രൂപ്പ് നമ്പർ 2, പേര് തോമസിന്റെ ഗ്രൂപ്പ്. ഹല്ലേലൂയ. തോമസിന്റെ ഗ്രൂപ്പ്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, അല്പം പറഞ്ഞല്ലോ, മനോഭാവത്തിനാണ് ദൈവം വില കൽപ്പിക്കുന്നത്. യേശു പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. തോമസ് പറഞ്ഞു, ഞാൻ കണ്ടിട്ടേ വിശ്വസിക്കൂ. യേശു പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. രക്തസ്രാവക്കാരിയോട് ചോദിക്കുക, അവൾ യേശുവിൻ്റെ മുഖം കണ്ടില്ല, യേശുവിൻ്റെ ആകാര സൗഷ്ഠവത കണ്ടില്ല. ആമേൻ. ചരിത്രമൊന്നും അവൾക്കറിയണ്ട, ഒന്നും അറിയണ്ട. കാറ്റത്ത് പറന്ന് നിൽക്കുന്ന വസ്ത്രത്തിലൊന്ന് തൊട്ടാ മതി. ആമേൻ. ക്ഷണത്തിൽ അവൾ സൗഖ്യം പ്രാപിച്ചു. മനോഭാവത്തിന് അവല. ഇന്ന് രാത്രി യേശുവിൻ്റെ കൂടെ 3.5 കൊല്ലം നിന്നിട്ടും മനോഭാവത്തിന് മാറ്റം വരാത്ത തോമസും, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മനോഭാവത്തിന് മാറ്റം വന്ന രക്തസ്രാവക്കാരിയും തമ്മിലുള്ള ആ വ്യത്യാസം അറിയാൻ, യേശു നിമിത്തം പേര് കിട്ടിയ നസറേത്തും, നസറേത്തിന് എങ്ങനെ പേരുണ്ടായേ? യേശു അവിടെ പിറന്നതുകൊണ്ട് അല്ല, യേശു അവിടെ ചെന്ന് പാർത്തത് കൊണ്ട്. മത്തായി 2:23 കിടപ്പുണ്ട്, വായിക്കണ്ട. യേശു അവിടെ ചെന്ന് പാർത്തത് കൊണ്ട് നസറേത്തിനൊരു പേരുണ്ടായി. ആ നസറേത്തുകാര് ലൂക്കോസ് 4:28 യേശുവിനെ പട്ടണത്തിന്റെ വക്കോളം കൊണ്ടുപോയി തല കീഴായിട്ട് തള്ളിയിടാൻ നോക്കി. ആമേൻ. എന്നാൽ അതേ യേശു കഫർനഹൂമിൽ വന്നപ്പോൾ ഒരു ശതാധിപൻ യേശുവിനോട് പറഞ്ഞു, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. നസ്രേത്തുകാർ പറയുന്നു, നിന്റെ പ്രസംഗം ഞങ്ങൾക്ക് വേണ്ടെന്ന്. പക്ഷെ കഫർനഹൂംകാരൻ പറയുന്നു, നിന്റെ ഒരു വാക്കെങ്കിലും മതിയെന്ന്. മനോഭാവത്തിനാണ് വില. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ, വചനത്തിന്റെ ആഴം തിരിച്ചറിയുന്നവർ, അവൻ പ്രസംഗം വേണ്ടെന്ന് പറയുന്ന നസ്രേത്തു ഒരു വാക്ക് പറഞ്ഞാൽ വിടുതലാണെന്ന് പറയുന്ന കഫർനഹൂമും. ആമേൻ. 3.5 കൊല്ലം യേശുവിൻ്റെ കൂടെ നിന്നിട്ടും നീ മഹത്വത്തിൽ വരുമ്പോൾ നിന്റെ ഇടത്തും വലത്തും ഇരിക്കാൻ 2 കസേര വേണമെന്ന് പറഞ്ഞ ശബതി മക്കൾ 3.5 കൊല്ലം തമ്പുരാന്റെ കൂടെ നിന്നിട്ട് കസേരയുടെ കൊതി തീർന്നിട്ടില്ലെങ്കിൽ പിന്നെ ആരുടെ കൂടെ നിന്നാ തീരുവത്? ആമേൻ. മനോഭാവമാണ് മാറണം, മനോഭാവം. അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഗ്രൂപ്പ് നമ്പർ 3, ഗ്രൂപ്പ് നമ്പർ 4, അത് ഫിലിപ്പോസിന്റെ ഗ്രൂപ്പാണ്. യേശു ചോദിച്ചു, ഈ ജനത്തിന് തിന്മാൻ എവിടെ നിന്ന് അപ്പം കൊടുക്കും? ആമേൻ. ഫിലിപ്പോസ് പറഞ്ഞു, നമ്മുടെ പക്കൽ 200 വെള്ളിക്കാശേ ഉള്ളൂ. ഫിലിപ്പോസ്, നിന്റെ പക്കലുണ്ടോ? ഇല്ല. പിന്നെ യൂദായുടെ പക്കലുണ്ട്. പിന്നെ നിനക്കെങ്ങനെ അറിയാം? കണക്കെനിക്കറിയാം. അങ്ങനെ ചിലർ സഭയ്ക്കകത്തുണ്ട്. പാസ്റ്റർ, സിമെന്റ് മേടിച്ചത് എവിടുന്ന? അതിനെന്നാ വിലയാ?
കമ്പി എത്ര മേടിച്ച് ഇങ്ങേർക്ക് ഇതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ലേലും വേറെ കൃപയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതും അന്വേഷിച്ച് നടക്കുന്ന ചിലരുണ്ട്. പോട്ടെ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഗ്രൂപ്പ് നമ്പർ 4 വരും. 4 ഗ്രൂപ്പ് നമ്പർ 5 അത് പത്രോസിൻ്റെ ഗ്രൂപ്പാ. പുള്ളിയുടെ കയ്യിൽ വാളുണ്ട്, വാള്. ആമേൻ. വേണ്ടി വന്നാൽ വെട്ടും. ആമേൻ. കൂടെയാണ്, യേശുവിൻ്റെ കൂടെയാ. ആമേൻ. സ്തോത്രം. ഇത് ഗ്രൂപ്പ് നമ്പർ 5 ആണ്, 5. ഗ്രൂപ്പ് നമ്പർ 6 അത് ആൻഡ്രൂസ് ഉപദേശിയുടെ ഗ്രൂപ്പാണ്. ആമേൻ. ആമേൻ. ആൻഡ്രൂസിൻ്റെ ഗ്രൂപ്പ്. എന്താ പ്രത്യേകത? പുള്ളിയുടെ കയ്യിൽ അപ്പമില്ല, പുള്ളിയുടെ കയ്യിൽ അപ്പം മേടിക്കാൻ പൈസയുമില്ല. പക്ഷെ അപ്പമുള്ളവരുടെ നമ്പർ പുള്ളിയുടെ മൊബൈലിലുണ്ട്. ഏത് ബാലകൻ്റെ കയ്യിൽ അപ്പം ഉണ്ടെന്ന് ആൻഡ്രൂസ് ഉപദേശിക്കറിയാം. എനിക്ക് ശുശ്രൂഷ തുടങ്ങിയിട്ട് 36ാമത്തെ കൊല്ലമാണ്. ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല ഇത്രയും വലിയ ആൾക്കൂട്ടത്തിൽ നിങ്ങൾ എങ്ങനെ അപ്പം കണ്ടുപിടിച്ചു. അതൊരു രഹസ്യമായിട്ട് ഇന്ന് വിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇനിയാണ് ഇന്ന് രാത്രി നിങ്ങൾ ആരാധിക്കാനുള്ള ദൂതിലേക്ക് കടക്കുക. കൃപയുള്ള ഒരു സ്തോത്രം പറഞ്ഞു. ഈ മനോഭാവമുള്ള ഇവരെക്കുറിച്ച് നിങ്ങൾക്കും എനിക്കും ഒരു പക്ഷേ ഇവരെ കൊണ്ട് കർത്താവ് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു അല്ലേ? എന്നാൽ തമ്പുരാൻ ഇവരെ ഒരു ഇരുട്ടിനകത്തൂടെ കയറ്റി വിട്ടു. കലികുള, ഡൊമേഷ്യൻ, വെസ്പേഷ്യൻ, ഡയോക്ലിറ്റസ്, നീറോ തുടങ്ങിയ 1-ാം നൂറ്റാണ്ടിലെ ക്രൂരന്മാരായ രാജാക്കന്മാരുടെ കൈക്കീഴിലൂടെ ഇവരെ ഇരുട്ടിനകത്തൂടെ കയറ്റിവിട്ടു. ആ പ്രതികൂലത്തിലൂടെ കയറ്റിവിട്ടു. അഭിഷേകം പെന്തക്കോസ്തിന്റെ തീ ഇവരുടെ മേൽ വീണിരുന്നത് കൊണ്ട് പ്രതികൂലത്തിൽ ഇവർ തകർന്നു പോകാതെ ഇവർ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി മാറി. ഇന്ന് രാത്രി ഇതിന്റെ ആഴമറിയുന്നവർ, ഈ വചനത്തിന് ആഴമറിയുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. ആമേൻ. അല്പം മുമ്പ് നമ്മൾ പറഞ്ഞ ഈ കുറവുകൾ ഉള്ളവർ തന്നെയാണ്, സ്തോത്രം പറഞ്ഞു, ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചത്. വേറെ ആരെയും പുറത്തുനിന്ന് കൊണ്ടുവന്നില്ല. നമുക്കുള്ള കുറവുകളൊക്കെ തന്നെ അവർക്കുമുണ്ട്. പരിമിതികളുള്ളവരാ. ആമേൻ. ദൈവം ഇന്ത്യയെ ഇളക്കാൻ ഉപയോഗിക്കുന്ന, ലോകത്തെ കീഴ്മേൽ മറിക്കാൻ ഉപയോഗിക്കുന്നത് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉള്ളവരല്ല. ഓർഡിനറി പീപ്പിൾ, സാധാരണക്കാർ. എല്ലാവർക്കും ഉള്ള പോലെ വിശപ്പുണ്ട്, എല്ലാവർക്കും ഉള്ള പോലെ കോപമുള്ളവർ, എല്ലാവർക്കും ഉള്ള പോലെ പരിമിതികളുള്ളവർ. അവരെ തന്നെ ദൈവം ഉപയോഗിച്ചു. എന്തിനാ ഉപയോഗിച്ചത്? ഒറ്റ ഉത്തരം. ആമേൻ. ലോകത്തെ കീഴ്മേൽ മറിക്കാൻ ഇവരെ തന്നെ ദൈവത്തിന് വേണം. ആമേൻ. പക്ഷെ ഒരു കാര്യം ചെയ്തു, അവരെ തമ്പുരാൻ ഒരു പ്രതികൂലത്തിലൂടെ കയറ്റി ഇറക്കി. അതിനാണ് കഴിഞ്ഞ 2.5 വർഷം നമ്മെ ദൈവം ഒരു ഇരുട്ടിനകത്തൂടെ കൊണ്ടുപോയത്. സ്തോത്രം പറഞ്ഞാട്ടെ. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. സമയത്തിൻ്റെ പരിമിതി ഉണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ വേഗത്തിൽ മുൻപോട്ട് പോയാൽ പറ്റൂ. എൻ്റെ കയ്യിലിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിത്താണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഒരു പക്ഷേ ഒരു തെങ്ങിൻ്റെ വിത്ത്, ഒരു കോക്കനട്ട്, ഒരു തേങ്ങയോ അല്ലെങ്കിൽ മറ്റേതിൻ്റെങ്കിലും വിത്താണെന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങൾ അറിവുള്ളവരായതുകൊണ്ട് പറയുന്നു, ഇതൊരു വിത്താണ്. ദൈവം അതത് തരം വിത്തുകൾ ആമേൻ സൃഷ്ടിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കേ, ഈ വിത്തിനകത്ത് ഒരു മരമുണ്ട്. ശരിയാണോ ഞാൻ പറയുന്നത്? ഈ വിത്തിനകത്തൊരു മരമുണ്ട്. അതിൻ്റെ ശിഖരങ്ങൾ ഈ വിത്തിനകത്തുണ്ട്. ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വിത്തിനകത്തുണ്ട്. ആ മരത്തിൽ ഉണ്ടാകാനുള്ള ഇലയുടെ നിറമും ഈ വിത്തിനകത്തുണ്ട്. ആ മരത്തിൽ ഉണ്ടാകാനുള്ള ഫലവും ആ ഫലത്തിൻ്റെ രുചിയും ഈ വിത്തിനകത്തുണ്ട്. എല്ലാം കർത്താവ് ഈ വിത്തിനകത്താണ് വെച്ചിരിക്കുന്നത്. ഇനി കേട്ടോ, ആ വിത്താണ് നിങ്ങളും ഞാനും. ആ വിത്താണ് കർത്താവിൻ്റെ ദാസൻ. ആ വിത്താണ് നിങ്ങളും ഞാനും. ഇതിനകത്തൊരു മരമുണ്ട്, ഇതിനകത്ത് ഇലകളുണ്ട്, ഇതിനകത്ത് ഫലങ്ങളുണ്ട്. അത് രുചിയുള്ളതാണ്. സ്തോത്രം. ഒന്ന് നിൽക്കണേ നിങ്ങൾ. ഇതൊരു ഓഡിറ്റോറിയമായതുകൊണ്ട് ഇച്ചിരി ശാന്തമായി ചില കാര്യങ്ങൾ പറയണം. ഈ വിത്ത് ഇതിനകത്ത് നിന്ന് ഈ മരം പുറത്തു വരണമെങ്കിൽ നമ്മുടെ അകത്തു നിന്ന്, ആമേൻ, ഈ വിത്തിനകത്തു നിന്ന് ഈ ഫലങ്ങൾ പുറത്തു വരണമെങ്കിൽ ഈ വിത്ത് കുഴിച്ചിടണം. ഈ വിത്ത് കുഴിച്ചിടണം എന്ന് പറഞ്ഞാൽ ഈ വിത്ത് കുറച്ചു നാൾ ഒരു ഇരുട്ടിനകത്തൂടെ പോകണം.
എൻ്റെ കൂടെ ഇതിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ് ആരാധിക്കുന്ന എത്ര പേരുണ്ട്? അവൻ ഒരു ഇരുട്ടിനകത്തൂടെ വിത്ത് പോകാതെ ഇതിലെ മരം പുറത്തു വരില്ല. ഇതിൻ്റെ നന്മ പുറത്തു വരണമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇത് പ്രസംഗിക്കുമ്പോൾ ദൈവം ഒരു ഇരുട്ടിനകത്തൂടെ നിന്നെ കടത്തിവിട്ടെങ്കിൽ മരണകരമായ ചില വിഷയത്തിലൂടെ, ചില രോഗങ്ങളിലൂടെ, ചില പ്രതികൂലത്തിലൂടെ, ചില നിന്ദകളിലൂടെ, ചില അപവാദങ്ങളിലൂടെ, ചില പരിഹാസങ്ങളിലൂടെ, അതിൻ്റെ ഇരുട്ടിനകത്തൂടെ ദൈവം നിങ്ങളെ കയറ്റി ഇറക്കിയെങ്കിൽ, ദൈവം എന്നെ കയറ്റി ഇറക്കിയെങ്കിൽ ഒരു മരം പുറത്തു വരാൻ, അതിൻ്റെ ഇലകൾ പുറത്തു വരാൻ, അതിൻ്റെ ഫലങ്ങൾ പുറത്തു വരാൻ, അതിൻ്റെ രുചി പുറത്തു വരാൻ എൻ്റെ ദൈവം ആഗ്രഹിച്ചിട്ട് നിങ്ങളെയും എന്നെയും എൻ്റെ ദൈവം ഇരുട്ടിലൂടെ കടത്തിവിട്ടു. ആ ഇരുട്ടിൻ്റെ പേരാണ് ലോക്ക്ഡൗൺ, ആ ഇരുട്ടിൻ്റെ പേരാണ് കൊറോണ, ആ ഇരുട്ടിൻ്റെ പേരാണ് വൈറസിൻ്റെ കാലഘട്ടം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ സ്തുതിച്ചാട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. വേദപുസ്തകത്തിൽ ഒരു വിത്തിൻ്റെ പേരുണ്ട്, പടുവിത്ത്. എത്ര കുഴിച്ചിട്ടാലും മുളയ്ക്കത്തില്ല. ഇന്ന് രാത്രി അത് പറയണ്ടല്ലേ, ഒന്നാമത്തെ ദിവസമല്ലേ. മുളയ്ക്കുന്നെങ്കിൽ മുളയ്ക്കട്ടല്ലേ, നാളെ നോക്കാം. ആമേൻ. ദൈവം നിന്നെ ഇരുട്ടിലൂടെ വിട്ടതൊരു പ്രതീക്ഷയോടെ. അതുകൊണ്ടാ ദാവീദ് പറഞ്ഞത്, കൂരിന്റെ താഴ്വരയിൽ കൂടെ പോയാലും ഞാൻ ഭയപ്പെടുകയില്ല, അതിനപ്പുറത്ത് എനിക്കൊരു വലിയ വളർച്ച അതിനപ്പുറത്തുണ്ട്. ആമേൻ, ആമേൻ. നിങ്ങൾക്കറിയാമോ, നമ്മുടെ പേരാണ് സൈന്യം. നമ്മുടെ ദൈവത്തിൻ്റെ പേര് സൈന്യങ്ങളുടെ യഹോവ. ദൈവം സൈന്യങ്ങളുടെ യഹോവയാണെങ്കിൽ നമ്മുടെ പേരെന്താ? സൈന്യം. ആമേൻ. എന്നാ കേട്ടോ, സൈന്യത്തിന് ട്രെയിനിങ് കൊടുക്കുന്നത് രഹസ്യമായിട്ടായിരിക്കും. അർത്ഥാൽ നല്ല യുദ്ധമുറകൾ പഠിപ്പിക്കുന്നത് ഇരുട്ടത്താ. എന്ന് പറഞ്ഞാൽ അർത്ഥം വെട്ടമില്ലാത്ത രാത്രിയിലല്ല, ലോകം കാണാതെ പഠിപ്പിക്കൂ. നിങ്ങൾക്ക് സംശയം വല്ലതും ഉണ്ടോ? ഞാൻ എഴുതി കൊടുത്തിട്ടില്ലെങ്കിലും വായിപ്പിക്കാൻ ഞാൻ വേണേ. യെശയ്യാപ്രവചനം 49:2 വായിച്ചേ. കർത്താവ് ട്രെയിനിങ് എങ്ങനെയാ തരുന്നത് നോക്കാം. ലോക്ക്ഡൗണിൽ ദൈവം ട്രെയിനിങ് എങ്ങനെയാന്ന്. അമ്മേ, ആലയത്തിൻ്റെ കഥ അങ്ങോട്ട് അടച്ചു, വീട്ടിൽ കൊണ്ടിരുത്തി. എന്നിട്ട് കർത്താവ് എന്നെ ചെയ്തു? വായിച്ചോ. യെശയ്യാപ്രവചനം 49 അതിൻ്റെ 2 വാക്യം. അമ്മേ, സ്തോത്രം. 49:2. ഹല്ലേലൂയ. ആ, അവൻ എൻ്റെ വായെ എവിടെ വെച്ച്? ആമേൻ. ആലയത്തിൻ്റെ കഥ കടച്ചിട്ടിട്ട്, ആമേൻ, വീട്ടിനകത്ത് കൊണ്ടിരുത്തി. എന്നിട്ട് എൻ്റെ വായ മൂർച്ചയുള്ള വാൾ പോലെ ആക്കി. മൈക്ക് 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 മൈക്ക്. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി. വായിക്കുന്ന ആൾ എന്നെ നോക്ക്. സന്തോഷ് മാത്യു പാസ്റ്ററെ, നമ്മൾ രണ്ടും കൂടെ അല്ലേ പ്രസംഗിക്കുന്നത്? മൈക്ക് അടുപ്പിച്ച് പിടിച്ചോ, അടുപ്പിച്ച് പിടിച്ചോ. മൂർച്ച ആയോ? ഇങ്ങോട്ട്. അവനൊന്നും അല്ല, ഞാൻ വാക്യമൊന്നും അല്ല ചോദിക്കുന്നത്. മൂർച്ച ആയോ എന്നാ. 2.5 കൊല്ലം കൊണ്ട് അത് ദൂരത്ത് പിടിച്ചോ, വായിക്കാൻ പോവാ. മൂർച്ച ആയോ? എന്നാ വായിക്കും. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. ഒളിപ്പിച്ച് വെച്ച മൂർച്ച കൂട്ടിയ അവന് മൂർച്ച കൂട്ടണമെന്ന് തോന്നിയപ്പോ അവൻ നമ്മളെ കൊണ്ടുപോയി എവിടെ നിർത്തി? ഒളിപ്പിച്ചു. അവൻ അതിന്റെ പേരാണ് ലോക്ക്ഡൗൺ. നിന്നെ ഒളിപ്പിച്ചു. ഇപ്പൊ നീ ലോക്ക്ഡൗൺ കഴിഞ്ഞ് മൂർച്ച കൂട്ടി ഇറങ്ങി വന്നപ്പോ ആൾക്കാർ ചോദിക്കാം, ഇത് എവിടെ വെച്ച് കൂട്ടിയതാണ്? വാ എന്റെ കൂടെ. ഇന്ന് രാത്രി എത്ര പേരുണ്ട്? വാ. ഇത് ചോദിക്കുന്നു. ആ സഹോദരിയുടെ പ്രാർത്ഥന കേട്ടപ്പോൾ, ആ സഹോദരന്റെ പാട്ട് കേട്ടപ്പോൾ, ആ പ്രസംഗം കേട്ടപ്പോൾ, ആ ആരാധന കണ്ടപ്പോൾ പിശാച് ചോദിക്കാം, ഇത് എവിടെ വെച്ചാ മൂർച്ച കൂടിയേ? അവന്റെ കൈയുടെ മറവിൽ വെച്ച്. കൂട്ടിയായിരുന്നോ? കൂട്ടി കേട്ടില്ലാരും, മൈക്ക് താഴെയാ, അതുകൊണ്ടാ. അടുത്ത വായിച്ചോ. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി. എന്തിനു? ദുഷ്ടന്റെ ചങ്കത്ത് തറയ്ക്കാൻ. ആമേൻ, ആമേൻ. അമ്പ എവിടെ തറയ്ക്കാനാ? ദുഷ്ടന്റെ ചങ്കത്ത് തറയ്ക്കാൻ. എവിടെ വെച്ചാ മിനുക്കിയെന്ന് പറ. അവൻ എന്നെ മിനുക്കി അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചു വെച്ചു. അവൻ എന്നെ ഒളിച്ചു
ഒളിപ്പിച്ചു, ആരെയും കാണിക്കാതെ എന്നെ മറച്ചു വെച്ചു. എന്നിട്ട് എനിക്ക് അവൻ മൂർച്ച കൂട്ടി, എന്നിട്ട് അവൻ എന്നെ മിനുക്കി, എന്നിട്ട് പൊതുസ്ഥലത്തോട്ട് കൊണ്ട് നിർത്തി, എന്നിട്ട് പറഞ്ഞു ദൂഷ്ടന്റെ ചങ്കത്തോട്ട് തറയ്ക്കാൻ പറഞ്ഞു, ഇതിനെ ഈ അമ്പകോട്ട് വിടാൻ പറഞ്ഞു. അവൻ ഇന്ന് രാത്രി ആ വചനത്തിന്റെ ആഴമറിയുന്നവർ, ദൈവം നമ്മെ ഒരു ഇരുട്ടിനകത്തൂടെ അഭിഷേകമുള്ളവർ ആരാധന വെളിപ്പെടട്ടെ. കോവിഡ് കാലം എനിക്ക് ദോഷമല്ലായിരുന്നു, കോവിഡ് എൻ്റെ പരാജയമല്ലായിരുന്നു, കോവിഡ് എൻ്റെ തോൽവി അല്ലായിരുന്നു, കോവിഡ് എൻ്റെ പിന്മാറ്റമല്ലായിരുന്നു. അതെന്നെ മിനുക്കിയ നാളുകൾ, എനിക്ക് മൂർച്ച തന്ന നാളുകൾ, എന്നെ ദൈവം ഉയർത്തിയ നാളുകൾ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ അവൻ അനുഗ്രഹിച്ച നാളാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിനെ സ്തുതിച്ചാട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവ് എന്തിനാ പ്രതികൂലത്തിലൂടെ വിട്ടേ? ആമേൻ. നിങ്ങൾ അറിയണം, കലികുളയും വെസ്പേഷ്യനും ഡൊമീഷ്യനും ഡയോക്ലിറ്റസും ആമേൻ നീറോ തുടങ്ങിയ 1-ാം നൂറ്റാണ്ടിലെ ക്രൂരന്മാരായ ഭരണാധികാരികളുടെ കൈക്കീഴിലൂടി അപ്പോസ്തലന്മാർ കടന്നുപോയപ്പോൾ, സ്തോത്രം പറ, സ്തോത്രം പറ, അവരുടെ ഉറുമാല് വീണത് സൗഖ്യമായി, അവരുടെ നിഴല് തട്ടിയത് സൗഖ്യമായി, അവർ തൊട്ടതെല്ലാം സൗഖ്യമായി, അവർ കാല് ചവിട്ടിയിടമെല്ലാം വിടുതലായി മാറി, അവർ ചെന്നിടത്തെല്ലാം സഭകളുണ്ടായി. എവിടെ പ്രതികൂലമുണ്ടോ, എവിടെ ഇരുട്ടുണ്ടോ, അവിടെ ആ വിത്ത് മുളയ്ക്കുന്നത്, അവിടെ ആ വിത്ത് മുളയ്ക്കുന്നത്, അവിടെ ആ വിത്ത് മുളയ്ക്കുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ അഭിഷേകത്തിന് ഈ ദൂത് എവിടുന്നാ കിട്ടിയത്? ബൈബിളിൽ നിന്ന് തന്നെയാ. യോഹന്നാൻ 12:24, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയേയിരിക്കും. ക്രിസ്തുവും ഇന്ന് ലോകരക്ഷകനായത് ഒരു ഇരുട്ടിനകത്തൂടെ പോയതുകൊണ്ടാ. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ഇരുട്ടുണ്ടായി. അപ്പോൾ എന്റെ പ്രാണനാഥൻ തന്റെ തല ആമേൻ തോളിലേക്ക് ചായ്ച്ച് തന്റെ ആത്മാവിനെ പിതാവിന്റെ പക്കൽ ഏൽപ്പിച്ചു. അപ്പോൾ കല്ലറകൾ പിളർന്നു, അപ്പോൾ പാറകൾ പിളർന്നു, ഭൂമി നടുങ്ങി, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ലോകം വിറച്ചു. എന്റെ പ്രാണനാഥൻ ഒരു ഇരുട്ടിനകത്തൂടെ പോയപ്പോൾ ലോക ചരിത്രത്തെ കീഴ്മേൽ മറിച്ച, ലോക ചരിത്രം കീഴ്മേൽ മറിഞ്ഞ സംഭവത്തിനായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാ. ഇന്ന് രാത്രി പറ, ആ ഇരുട്ട് എനിക്ക് അനുഗ്രഹമായി, ആ ഇരുട്ട് എനിക്ക് സന്തോഷമായി, ആ ഇരുട്ട് എനിക്ക് ദോഷമല്ലായിരുന്നു. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വരുന്നത്, ആമേൻ, നാളെ പറയാൻ പോകുന്നത്, ഈ ഇരുട്ടിനകത്തൂടെ പുറത്തു വന്നവരെ ലോകമറിയും. ഈ ഇരുട്ടിനകത്തൂടെ പുറത്തു വന്നവർ ഇരുട്ടിനകത്ത് വീണവരല്ല, പുറത്തു വന്നത് അതിൻ്റെ തളിരുകളാ. എന്ന് പറഞ്ഞാൽ എന്താ? പഴയത് ചത്തു. ഗോതമ്പ് മണി നിലത്ത് വീണ്, ബാക്കി പറ, ചാകണം. ഏത് ചാകണം? കോവിഡിന് മുമ്പുള്ള പലതും ചാകണം. കോവിഡിന് ശേഷം പുറത്തു വരുന്നത് ഒരു പുതിയ ചെടിയായി, ഒരു പുതിയ മരമായി. ഇരുട്ടത്ത് മണ്ണിനകത്ത് കുഴിച്ചിട്ടത് ആ ഷേപ്പിലല്ല മുളച്ചത്. ആമേൻ. മുളച്ചു വന്നതിനൊരു മാറ്റമുണ്ട്. ഇന്ന് രാത്രി പറയാം, നിങ്ങൾ തന്നെ പറ, മുളച്ചതിനെ കണ്ടാലറിയാം. സ്വത്രം പറ, മുളച്ചതിനെ കണ്ടാലറിയാം. ഇരുട്ടത്തൂടെ കയറി ഇറങ്ങിയതിനെ കണ്ടാലറിയാം. ഇരുട്ടത്തൂടെ മുളച്ച് വന്നതിനെ കണ്ടാലറിയാം. ഇനി കുറച്ചുകൂടെ പറ, പഴയത് ചത്തു പുതിയത് വരുമ്പോൾ കണ്ടാലറിയാം. പഴയത് ചത്തു പുതിയത് മുളച്ചു വരുന്നത് കണ്ടാലറിയാം.
കണ്ടാൽ അറിയാം. നിന്റെ വിശ്വാസ ജീവിതം കണ്ടാൽ അറിയണം. ആമേൻ. നിന്റെ മനോഭാവത്തിൻ്റെ പ്രകടനം ലോകം കണ്ടാൽ അറിയണം. നിന്റെ സ്തോത്രങ്ങൾ കേട്ടാൽ അറിയണം. നിന്റെ ആരാധന കണ്ടാൽ അറിയണം. എന്തറിയണം? കോവിഡിൻ്റെ ഇരുട്ടിനകത്തൂടെ കയറി പുതിയതൊന്നും മുളച്ചു പുറത്തു വന്നു. പുറന്തോടുകൾ ചത്തു, ചാകേണ്ടതെല്ലാം ചത്തു. ഈ പുറത്തു വന്നത് സാധാരണയല്ല, അസാധാരണമായ ഒരു കിളിർപ്പാണെന്ന്, ഒരു തളിർപ്പാണെന്ന് ഇത് വിശ്വസിക്കുന്നവർ, ഈ ദൂതിന് ആഴമറിയുന്നവർ കരമടിച്ച് ഇന്ന് ഈ ആലയം മുഴുവൻ, ഈ ഹോള് മുഴുവൻ നിറഞ്ഞ് അങ്ങ് പുറകറ്റം വരെ കർത്താവിനെ ഒന്ന് ആരാധിക്കുക. ഞാൻ പഴയ വിത്തല്ല, ഞാൻ പഴയ വിത്തല്ല. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എനിക്ക് വായിച്ച ബാക്കിയൊക്കെ ഓർമ്മയുണ്ട്. ആമേൻ. പൗലോസ് പറഞ്ഞത് പാനീയാകവും നിര്യാണകാലവും നല്ല പോർ പൊരുതും. ആമേൻ. എല്ലാം നമ്മൾ പറയും. ആമേൻ. എല്ലാം നമ്മൾ കേൾക്കും. സ്തോത്രം. പൗലോസിൽ ഈ മാറ്റം ക്രിസ്തുയേശുവിനേക്കുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് പറയാ, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ ഒന്ന് കുറയ 40 അടി 5 വട്ടം കൊണ്ട പൗലോസ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം 5 പുസ്തകങ്ങളിലെ വാക്യം മുഴുവൻ കാണാതെ പഠിച്ചോ പറയാ. ഞാൻ പ്രസംഗിക്കുമ്പം നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. ആമേൻ. പാസ്റ്റർമാരായിട്ട് തിരഞ്ഞെടുക്കുന്നവർക്കെല്ലാം ഒരു പരീക്ഷ വെക്കുമായിരുന്നു, നല്ലതായിരുന്നു എനിക്ക് അഭിപ്രായമുണ്ട്. അതെന്താ പരീക്ഷ പാസ്റ്ററെ? 500 വാക്യം കാണാതെ പറയുന്നവരെ പാസ്റ്ററാക്കാവും. ഒത്തിരി പിരിഞ്ഞു പോകും, ഒരുപാട് പിരിഞ്ഞു പോകും. ഹല്ലേലൂയ. സ്തോത്രം. പൗലോസ് പെന്ററ്റുക്ക് പഞ്ചഗ്രന്ഥം മുഴുവൻ കാണാപ്പാടം പഠിച്ച സന്നഗത്രി സംഘത്തിൽ അംഗമായവൻ. ആമേൻ. എപ്പിക്യൂറിസം, സ്റ്റോയിസിസം, പ്ലാറ്റോണിസം, സിനിസിസം, നോസ്റ്റിസം അരിച്ച് കലക്കി കുടിച്ച് പഠിച്ചവൻ. അഥനഗോറസ്, പെദഗോറസ് തുടങ്ങിയ ദോഷിക ദാർശനിക ശാസ്ത്രജ്ഞന്മാരുടെ മുഴുവൻ തത്വസംഹിതകൾ പഠിച്ചവൻ. ഹില്ലേലിൻ ഗമാലിയന്റെ പാദപീഠത്തിൽ നിന്ന് ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ചു പഠിച്ചവൻ. മികവുറ്റ താർക്കികൻ, കിടയറ്റ ചിന്തകൻ, തികവറ്റ എഴുത്തുകാരൻ, ആയുര്, ആരോഗ്യ, സുഖഭോഗ, മാനാഭിമാനം ഇത്യാദി പരിത്യജിച്ച ത്യാഗവര്യൻ. ഒരു ഭയങ്കര മനുഷ്യൻ. ആമേൻ. ആരോഗ്യ ദൃഢഗാത്രൻ. ആമേൻ. അരകോപ കുന്നിന്റെ മേൽ കയറി നിന്ന് ലോകത്തിന്റെ താർക്കികൻ എവിടെ എന്ന് വിളിച്ചു ചോദിക്കാൻ ചങ്കൂറ്റമുള്ളവൻ. യവനായ ഗ്രീക്ക്, അരാമ്യ, ഇബ്രു ഭാഷകൾ അനായാസേന കൈകാര്യം ചെയ്യുന്നവൻ. കാശ് കൊടുക്കാതെ റോമൻ പൗരത്വമുള്ളവൻ. ക്രിസ്ത്യാനികളെ കൊന്നുമുടിക്കുവാൻ അധികാരപത്രം കയ്യിലുള്ളവൻ. മിടുക്കൻ. ഹല്ലേലൂയ. എന്താ താൻ മനസ്സിലാക്കിയ സുവിശേഷത്തിൻ്റെ ആഴം? ആമേൻ. എന്തും ചെയ്യാൻ അരക്കച്ച കെട്ട് ഇറങ്ങിയവൻ ഡെമസ്കോസിന്റെ പടിക്കൽ കിടന്നുകൊണ്ട്. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 22:10 ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എടുത്തു വെച്ചോ. 22:10 ചോദിക്കുക, കർത്താവേ ഇനി ഞാൻ എന്ത് ചെയ്യണം? എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനല്ല വാക്യം. കർത്താവേ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന് മതി മതി മതി. എന്തും ചെയ്യാൻ ഇറങ്ങിയവനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിർത്തുന്നതാണ് യേശു. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത തൻ്റെ അകത്ത് വന്നപ്പോൾ, ആമേൻ, താൻ പറഞ്ഞു, ക്രിസ്തേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. പുള്ളി നേരത്തെ ഇച്ചിരി പരിജ്ഞാനം കുറവുള്ളപ്പോൾ പറഞ്ഞായിരുന്നു, അത് ശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാർ ഞാൻ ഒട്ടും കുറഞ്ഞവൻ അല്ല. കുറച്ചുകൂടെ കൃപ വന്നപ്പോൾ പറഞ്ഞു, ആ പാപികളിൽ ഞാൻ ഒന്നാമെന്ന്. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഈ ലോകത്തിൻ്റെ മതങ്ങളെല്ലാം പറയുന്നത് മുകളിലോട്ട് കയറുമ്പോൾ ദൈവത്തെ കാണാവുന്ന.
പക്ഷെ ബൈബിൾ മാത്രം പറയുന്നത് താഴോട്ട് ഇറങ്ങുമ്പോൾ കർത്താവിനെ കാണാമെന്നാണ്. എത്ര പേർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായി? ലോകത്തിലെ ഏത് മതം എടുത്ത് പഠിച്ചോ, ഏതെങ്കിലും ഒരു മലയുടെ പേര് പറഞ്ഞിട്ട് പറയും ആ മല കയറി എല്ലാം മുകളിലോട്ട് കയറുമ്പോൾ വിടുതലുണ്ടെന്ന് പറയുന്നതാണ് ലോകമതങ്ങൾ. എന്നാൽ ബൈബിൾ മാത്രം പറയുന്നു താഴോട്ട് ഇറങ്ങി വരുമ്പോൾ യേശുവിൻ്റെ പാദം വരെ വരണം. ആമേൻ, സ്തോത്രം. ഒത്തിരി മർമ്മങ്ങൾ പറയാനുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾക്ക് വീട്ടിൽ ചെന്നിരുന്ന് പരസ്പരം ചർച്ച ചെയ്യാനുള്ള ഒരു ആത്മീയ മർമ്മം കൂടെ പറഞ്ഞിട്ട് ഇന്ന് രാത്രി നമുക്ക് തൽക്കാലം പിരിയാം. നാളെ ഞാൻ വരും. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അതിൻ്റെ ക്വാളിഫിക്കേഷൻ പുള്ളി പറഞ്ഞത് ഞാൻ SIBC എന്ന് VTH എടുത്തിട്ടുണ്ടെന്നല്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നുണ്ടാ. അല്ലേ, എത്ര പേർക്ക് പറഞ്ഞ് മനസ്സിലായി? 2 ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം എന്നായിരുന്നെങ്കിൽ ഓക്കെ, ഫ്രൈസലോ. ആമേൻ. ഞാൻ ഇതാരുടെ മകനായിട്ട് ജനിച്ചിട്ട്, ആമേൻ, ഇത്രയും ദേവദാസന്മാരുള്ള കുടുംബത്തിൽ ഞാൻ ജനിച്ചിട്ട് സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. വേറൊന്നും വേണേൽ പറയാം, എൻ്റെ ഇടത്തും വലത്തും മുമ്പിലും പുറകിലും ആവശ്യം പോലെ പള്ളിയുള്ളപ്പോൾ ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ. ഇങ്ങനൊന്നും അല്ല പുള്ളി പറഞ്ഞത്. പുള്ളി പറഞ്ഞത് നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. അവേ, എന്താ ഈ നിർബന്ധം എന്ന് പറഞ്ഞാൽ? നിർബന്ധം എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? നിർബന്ധം എന്ന വാക്ക് 2 വാക്കാണ്. എൻ്റെ അവസാനത്തെ 2 അക്ഷരം ബന്ധമാണ്. ആമേൻ. ഞാൻ ബഹുമാനിക്കുന്ന അഭിഷക്തൻ തോമസ് മാത്യു അവർകൾ K. എബ്രഹാം എന്ന എന്നോട് സ്നേഹം കൊണ്ടൊരു കാര്യം പറയും, സ്നേഹത്താൽ ഒരു കാര്യം പറയും. ഞാൻ അദ്ദേഹത്തോട് തിരിച്ച് അയ്യോ പാസ്റ്ററെ ആ ഡേറ്റ് എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞാൽ താൻ പറയും ശരി വേറെ ദിവസം ആയിക്കോട്ടെന്ന് പറയും. നിർബന്ധിക്കത്തില്ല. എന്നെ പറയും സ്നേഹത്തിൽ, നിർബന്ധിക്കത്തില്ല. പക്ഷെ തൻ്റെ മകനോ തൻ്റെ വൈഫിനോട് ഒരു കാര്യം പറഞ്ഞ് അവർ തൽക്കാലം അത് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പുള്ളി പറയും അത് പറ്റത്തില്ല, അത് നാളെ ചെയ്തേ പറ്റൂ. അപ്പോൾ നിർബന്ധിക്കും. അതെന്താ പാസ്റ്ററെ? K. എബ്രഹാമിനെ നിർബന്ധിക്കാതെ മകനെ നിർബന്ധിച്ച എന്താ? അത് K. എബ്രഹാമിനോട് ഇല്ലാത്തൊരു ബന്ധം മകനോട് എനിക്കുണ്ട്. വാ ചിലരകത്തിങ്ങനെ ദൈവം നിന്നെ ഒരു കാര്യം നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ ആരോടുമില്ലാത്ത ഒരു ബന്ധമുണ്ടതാ. ഇന്ന് രാത്രി നീ വീട്ടിൽ പോയിരുന്ന് ചിന്തിക്ക്. ഒരുപാട് പ്രതികൂല സഭയിലുണ്ടായിരുന്നു, മുൻപോട്ട് പോകാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും തമ്പുരാൻ അതേ സ്ഥലത്ത് തന്നെ നിന്നെ ഇരുത്തി, അവിടെ തന്നെ ദൈവം നിന്നെ നിർത്തി, അവിടെ തന്നെ സഭായോഗം നടത്തിച്ചു. ചോദിച്ചപ്പോൾ പറഞ്ഞു നിർബന്ധം നിന്റെ തലമേൽ കിടക്കുക. അതേതാ നിർബന്ധം? കൊട്ടാരക്കരയിൽ ആരോടുമില്ലാത്തൊരു ബന്ധം എൻ്റെ യേശുവിന് നിന്നോടുണ്ട്. തെളിവ് വേണം നിങ്ങൾക്ക്. മർക്കോസ് 1:12 ആത്മാവനെ മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. ആമേൻ. പിതാവ് ഏകജാതനെ നിർബന്ധിച്ചു. അടുത്ത വാക്ക്, അവൻ കാട്ടുമൃഗങ്ങളോട് കൂടിയായിരുന്നു. ശരിയാണോ? അവൻ മരുഭൂമിയിലായിരുന്നു. ശരിയാണോ? അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിച്ചു. അവിടെ 3 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വായിച്ചോ. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. 1 സാത്താൻ ഉണ്ടായിരുന്നു. 2 40 ദിവസം മരുഭൂമിയിൽ. 2 മരുഭൂമിയായിരുന്നു. 3 കാട്ടുമൃഗങ്ങളോട് കൂടെ കാട്ടുമൃഗങ്ങളായിരുന്നു. ഞാൻ ചോദിക്കുന്നു, നിർബന്ധിച്ച കർത്താവിന് അറിയില്ലായിരുന്നോ അവിടെ കാട്ടുമൃഗം ഉണ്ടെന്ന്? പറ. ഉണ്ട്. മരുഭൂമിയാന്ന് അറിയില്ലായിരുന്നോ? സാത്താനുണ്ടെന്ന് അറിയില്ലായിരുന്നോ? എന്നിട്ടും നിർബന്ധിച്ചു. നിന്നെ വിട്ട സ്ഥലത്ത്, നീ ശുശ്രൂഷയ്ക്ക് പോയിടത്ത് കാട്ടുമൃഗങ്ങൾ ഉണ്ടെന്ന് എൻ്റെ ദൈവത്തിന് അറിയാമായിരുന്നു. നീ പോകുന്നത് മരുഭൂമിയിലേക്കാണെന്ന് എൻ്റെ ദൈവത്തിന് അറിയാമായിരുന്നു. അവിടെ പിശാചുണ്ടെന്ന് അറിയാമായിരുന്നു. എന്നിട്ടും തമ്പുരാൻ പറഞ്ഞു പോകാതെ പറ്റില്ല, നീ പോയേ പറ്റൂ. അത് കർത്താവിൻ്റെ നിർബന്ധമായിരുന്നു. അടുത്ത ദൂത് കേൾക്കുമ്പോൾ ആരാധിച്ചോ, പക്ഷെ അവിടെ നീ തോൽക്കത്തില്ല. അവിടെ മരുഭൂമിയെ നീ ജയിക്കും. അവിടെ നിന്നെ ഒരുത്തർക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം നിർബന്ധിച്ച് വിട്ടവൻ നിന്റെ കൂടെയുണ്ട്. സന്തോഷിക്ക. ആമേൻ. സമയമില്ല, ഒരു നിർബന്ധം കൂടെ പറഞ്ഞ ഇന്നത്തേക്ക് ഞാൻ പൗലോസിന്റെ നിർബന്ധം വിടാം.
മർക്കോസ് 6:45 യേശു ശിഷ്യന്മാരോട് പടക് കയറി അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ചു. ആമേൻ. നിർബന്ധിച്ചു എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് വേണ്ട എന്ന് പറയുമ്പോൾ രണ്ടാമത് പറയുന്നതിനാണ് എന്ത് പറയുന്നത്? നിർബന്ധം. അങ്ങനെയാണെങ്കിൽ യേശു പടകിൽ കയറാതെ ശിഷ്യന്മാരോട് പറഞ്ഞു അക്കരയ്ക്ക് പോകാൻ. അപ്പോൾ അങ്ങ് വരുന്നില്ലെങ്കിൽ പോകത്തില്ല പറഞ്ഞത് ആരായിരിക്കും? പത്രോസ്. സംശയം എന്താ? ഈ കാര്യം സൈസ് അല്ല, ഈ സൈസ് ഡയലോഗ് മുഴുവൻ അടിക്കുന്ന ആരാ? പത്രോസാ. കർത്താവേ നിന്റെ പുറകിന് ഞങ്ങൾക്ക് വന്നാൽ എന്തോ കിട്ടും, വേണ്ടാത്ത ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത് ആരാ ചോദിക്കുന്നത്? പത്രോസാ. അപ്പം അവിടെ എഴുതിയിട്ടില്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നു പത്രോസ് ആയിരിക്കും പറഞ്ഞ കർത്താവേ നീയും കൂടെ വാ, അല്ലേ ഞങ്ങൾ പോകുന്നില്ല, മര്യാദയ്ക്ക് പോകാൻ പറഞ്ഞു. നിർബന്ധിച്ചു. ആര്? യേശു. പത്രോസിന് അറിയില്ലായിരുന്നു എന്തിനാ നിർബന്ധിച്ചെന്ന്. ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണ് നിറയും. ഒടുക്കവൻ കടലിൽ നടന്നപ്പോൾ അവന് മനസ്സിലായി ചിലപ്പോഴൊക്കെ നിനക്കിഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ നിർബന്ധിക്കുന്നത് നീ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷ നിന്നെ കൊണ്ട് ചെയ്യിക്കാനാണെന്ന്. കൃപയുള്ളവർ, ആഴം തിരിച്ചറിയുന്നവർ ആരാധിച്ച് തുടങ്ങ്. ഇന്നുവരെ നീ കൊട്ടാരക്കരയിൽ ചെയ്തിട്ടില്ലാത്ത, ഇന്നുവരെ നീ വിലങ്ങറയിൽ ചെയ്തിട്ടില്ലാത്ത, ഇന്നുവരെ ഉമ്മന്നൂരിൽ ചെയ്തിട്ടില്ലാത്ത, സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് ഇന്നുവരെ പാടിയിട്ടില്ലാത്ത പാട്ട് പാടാൻ, ഇതുവരെ പ്രസംഗിച്ചിട്ടില്ലാത്ത പ്രസംഗം ചെയ്യാൻ, ഇതുവരെ നിന്റെ കൈ കൊണ്ട് പെർഫോം ചെയ്യാത്ത അത്ഭുതങ്ങൾ ചെയ്യാൻ, നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പത്രോസേ നിന്നെ നിർബന്ധിക്കുന്നത്. നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തൊരു ശുശ്രൂഷയുണ്ട്. നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തൊരു വിടുതലുണ്ട്. നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ ആരോടുമില്ലാത്തൊരു ബന്ധം എന്നോടുണ്ട്. ആമേൻ. പൗലോസ് ഇന്ന് രാത്രി പറയാ, എനിക്ക് പോരാ, ഇനിയും തികയ്ക്കണം. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായെന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് തികയ്ക്കണം എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. എന്നാൽ തിമോത്തിയോസിൽ വായിച്ചതിലെഴുതി, ഞാൻ ഓട്ടം തികച്ചു. തികയ്ക്കണം എന്ന് ഫിലിപ്പി ലേഖനത്തിൽ എഴുതിയ പൗലോസ് തിമോത്തിയോസിന് എഴുതിയപ്പോൾ തികച്ചു. എന്ത് തികച്ചു? എന്താണ് താൻ പറഞ്ഞതിൻ്റെ അർത്ഥം? അതിൻ്റെ ആഴമെന്താണ്? ആമേൻ. തിഹിക്കോസിൻ്റെ പക്കൽ താൻ ത്രോവാസിൽ വെച്ചിട്ട് വന്ന തൻ്റെ ചെമ്പു ലിഖിതങ്ങളും പുസ്തകങ്ങളും പുതപ്പും താഴോട്ട് വായിച്ചു വരുമ്പോൾ താൻ പറയാ, എൻ്റെ സമയമടുത്തു. എനിക്കിനി നിങ്ങളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, എന്നെ പോലെ നിങ്ങൾ ഓടി തികയ്ക്കണം, എന്നെ പോലെ നിങ്ങൾ ഫൈറ്റ് ചെയ്യണം, പോരാടണം, എന്നെ പോലെ നിങ്ങൾ വിശ്വാസത്തിൻ്റെ കാവൽക്കാരാകണം. ആമേൻ. ഇതിൻ്റെ ആഴങ്ങൾ, ഇതുവരെ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്തതിൻ്റെ ആഴങ്ങളിലേക്ക് നാളെ രാത്രി നമ്മൾ കടന്നു പോകുന്നു. നിങ്ങളുടെ സ്നേഹിതരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ചാർച്ചക്കാരെ എല്ലാവരും വിളിച്ചുകൊണ്ട് വരിക. ആമേൻ. എന്നിട്ട് പറ, ഞാൻ വിളിച്ചുകൊണ്ട് വരും, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ഒറ്റ കാര്യം മാത്രം ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചോദിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. ആമേൻ. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരേ ഒരു ചോദ്യം. കൊട്ടാരക്കരയിൽ, കേരളത്തിൽ, വിലങ്ങറയിൽ, ഉമ്മന്നൂരിൽ മറ്റാരോടുമില്ലാത്തൊരു ബന്ധം യേശുവിന് എന്നോടുണ്ടെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആരോടുമില്ലാത്തൊരു ബന്ധം എന്നോടുണ്ട്. അതുകൊണ്ട് ആ നിർബന്ധമാണ് ഈ ഓഡിറ്റോറിയത്തിലേക്ക് ഇന്ന് രാത്രി എന്നെ കൊണ്ടുവന്നത്. ഈ നാട്ടിൽ 10,000 വിശ്വാസികളുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ഇന്ന് രാത്രി ഇതിനകത്ത് ഈ ബൈബിളും കൊണ്ട് വന്ന നിങ്ങളോട് കർത്താവ് ചോദിക്കുന്നു, ഏത് നിർബന്ധമാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? അത് യേശുവും ഞാനും തമ്മിലുള്ള ഒരു ബന്ധം. ശരണം എൻ കർത്താവേ, യേശുവിന്റെ പാദത്തിലേക്ക് വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, അപ്പാ താഴ്മ
മുറ്റും ഞാൻ തരുന്നിതാ. പൂർണ്ണമായിട്ട് വിട്ടുതരുന്നപ്പാ. ദേഹം ദേഹി സമസ്തം എന്നേക്കും എന്നേക്കും നിന്റെ ദേഹി സമസ്തം ദേഹം ദേഹി സമസ്തം എന്നേക്കും നിന്റെ ശരണം എൻ കർത്താവേ ഒരു നിമിഷം നമുക്ക് വിട്ടുകൊടുക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇവിടെ പാടിയപ്പോൾ ആ പാട്ടിനകത്ത് ഭക്തന്മാരെഴുതിയ വാക്കുപോലെ പൂർണ്ണമായി അങ്ങയുടെ പാദത്തിലേക്ക് ചില പ്രിയപ്പെട്ടവരവരെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഈ രാത്രി ഒരു സമർപ്പണത്തിന്റെയും ദൈവത്തിന്റെ പാദത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന രാത്രിയായി മാറട്ടെ. ആരോടുമില്ലാത്തൊരു ബന്ധം ക്രിസ്തുവുമായി ഞങ്ങൾക്കുണ്ടെന്ന് ഉറപ്പിക്കുന്ന രാത്രിയാകട്ടെ. അത്രയും അല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം പിന്നെയും ചിലത് വലിച്ചെറിയുന്ന ഒരു നല്ല അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നവരെ തൊട്ടയച്ചാട്ടെ. രോഗികളെ സൗഖ്യത്തോടെ അയക്കണം. മനസ്സ് പ്രത്യാശ കൊണ്ട് നിറച്ചയക്കണം. നല്ല സംഗീതം, അനുഗ്രഹിക്കപ്പെട്ട സൗണ്ട് സിസ്റ്റം, സോഷ്യൽ മീഡിയയുടെ നല്ല പ്രവർത്തനങ്ങൾ, അഭിഷക്തന്മാരുടെ നീണ്ട നിര, ഇതെല്ലാം ഈ യോഗത്തെ അനുഗ്രഹമാക്കി തീർത്തതിനാൽ സ്തോത്രം. അങ്ങയുടെ വരവ് താമസിക്കുന്നവയിൽ നാളെയും അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കൃപ നൽകണമേ. തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.